ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 2 ലെയർ പുഡിങ്ങാണിത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. കാണാൻ നല്ല കളർഫുള്ളാണ്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത്ര പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്യണേ. നല്ല സോഫ്റ്റായിട്ടുള്ള പുഡിങ്ങാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് മിൽക്കാണ്. ഇതൊന്ന് ചൂടായി വരണം. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇടാം. ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ചൈന ഗ്രാസ്, ഒരു ചെറിയൊരു കഷ്ണം. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. നേരിട്ടല്ല ഇടുന്നത്. കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അല്ലെങ്കിൽ മെൽറ്റാവാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് മെൽറ്റാണ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 2 ലെയറായി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യണില്ല. ഇപ്പോൾ പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിക്കിട്ട ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായി വരുന്നവരെ. ഇപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ബാക്കി ഈ കടായിലുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കളർ യൂസ് ചെയ്യാണ്. ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒന്ന് സ്ട്രോബെറിയും ഒന്ന് പിസ്തയാണ്. ഞാൻ ചെറിയ ബൗളിലേക്ക് 2 ഡ്രോപ്സ് സ്ട്രോബെറിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് സ്ട്രോബെറിൻ്റെ. ഇനി മറ്റേലേക്ക് ഞാൻ പിസ്തേൻ്റെതുമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ പിസ്തയും സ്ട്രോബെറിയും ഇല്ല ഒരു പുഡിങ്ങാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം, സെറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ചൂടോടെ തന്നെ നമുക്ക് ഒരു ജ്യൂസ് കപ്പിലേക്ക് ഞാൻ ആദ്യം പിസ്തയുടേതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ സ്ട്രോബെറിൻ്റെത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ താഴെ വെച്ചാലും മതി, ഒരു 2 മണിക്കൂർ വെച്ചാൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല കളർഫുള്ളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഇരിക്കും.
പിസ്തയുടെയും സ്ട്രോബെറിൻ്റെയും ഒക്കെ ടേസ്റ്റ് വേറിട്ട് തന്നെ നിൽക്കും. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. താങ്ക് യു.